ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അനദർ ലോങ് വീഡിയോ ഫ്രം ദ നെറ്റേഴ്സ്. ഇത് നമ്മുടെ ഈസ്റ്റർ വ്ളോഗാണ് കേട്ടോ. വെയിറ്റിംഗ് ഫോർ ഈസ്റ്റർ ലോങ് വീഡിയോ എന്നുള്ള മെസ്സേജൊക്കെ ഞാൻ ഇന്നലെ കണ്ടു. ആ മെസ്സേജ് കമൻറ്റ് കണ്ടപ്പോഴേക്കും ഞാനത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. ആദ്യം ഒരു മടിയൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ഒരു ചെറിയ പ്രചോദനമൊക്കെ വരത്തില്ലേ? ആ ഒരു വൈബിന് ഞാനിത് മുഴുവൻ അങ്ങ് എഡിറ്റ് ചെയ്ത് തീർത്തു. രാത്രി ഇതേ മഴയുണ്ട് പുറത്ത്, ഞാൻ കാറിൻ്റെ അകത്തിരുന്നാണ് ഇതിന് ഓഡിയോ ഇടുന്നത്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഈസ്റ്റർ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് സാറ്റർഡേ ഒരു 9 മണിയോട് കൂടിയാണെന്ന് കരുതിക്കോ. 9 അല്ല, 8:30 ആയിട്ടുണ്ടാവും. ഡിന്നറൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ പള്ളിയിലേക്ക് പോകാനായിട്ടുള്ള പ്ലാനാണ് കേട്ടോ. ഡിന്നർ എല്ലാവരും കഴിച്ചു കഴിഞ്ഞു, ആലൻ മാത്രമേ കഴിക്കാനുള്ളൂ. ഞങ്ങളിതേ ചോറും മീൻ വറുത്തതും ഞണ്ടുകറിയും അങ്ങനത്തെ എന്തൊക്കെയൊക്കെ ഐറ്റംസും കൂട്ടിയിട്ട് ചോറൊക്കെ ഉണ്ടായിരുന്നത് ബാക്കി ഫുള്ളങ്ങ് തീർത്തു. അമ്മ മാത്രം ഇനി ചോറ് കഴിക്കാനുണ്ട്. ഞാനും പിള്ളേരും കഴിച്ചു. അമ്മയ്ക്കുള്ള ചോറും കറികളും ഒക്കെ അപ്പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. ആലനുള്ള ചപ്പാത്തിയാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. ചപ്പാത്തിക്ക് കറിക്കായിട്ട് ഞാൻ ഇന്നലെ കുറച്ച് ഗ്രീൻ പീസൊക്കെ വെച്ചിട്ട് കുറുമ ഉണ്ടാക്കിയില്ലേ. എൻ്റെ പ്ലാൻ പ്രകാരം അതൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്കൊരു മുട്ടയും കൂടെ പുഴുങ്ങി വെച്ചിട്ട് അതൊരു എഗ് കറി ആക്കാനായിരുന്നു. പക്ഷേ പാളിപ്പോയി. കാരണം ഞാൻ പുഴുങ്ങാൻ വെച്ച എഗ്ഗ് ഉണ്ടല്ലോ, അത് ഇത്തിരി പൊട്ടിപ്പോയി. അപ്പോൾ അതിനിപ്പോൾ കട്ട് ചെയ്തൊക്കെ ഇടേണ്ടി വരും ഒരു ഭംഗിക്ക്, അല്ലെങ്കിൽ പണി പാളിയതാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാവും. അതുകൊണ്ട് ഞാൻ കണ്ടില്ലേ, മുട്ടയ്ക്കകത്തുനിന്ന് പൂവൊക്കെ വിരിച്ചിട്ടുണ്ട്. അത് പൊട്ടി അതിനകത്തുനിന്ന് കുറച്ച് വെളിയിലൊക്കെ വന്നു. അങ്ങനെ ചൂടൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാൻ മുട്ട പൊളിച്ച് കുറച്ച് പീസസ് ആക്കി ഒരു ഡബ്ബയിലേക്ക് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് സോൾട്ടും പെപ്പറും കൂടി ഇട്ട് കൊടുത്തു. അപ്പം കറിയും പിന്നെ ഇതിൻ്റെ അകത്തുനിന്ന് ഓരോ പീസുമായിട്ട് എടുത്തെങ്ങാലും കഴിച്ചോളും. ഇന്നലെയും വെജിറ്റബിൾ ആയിരുന്നില്ല, ഇന്നിപ്പോൾ ഫിഷൊക്കെ ഉണ്ടായിരുന്നു. എന്നാലും രാത്രി ഇന്ന് അതേ കറി കൊടുക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് മുട്ടക്കറി ആക്കാനൊരു ശ്രമം നടത്തിയത്. അതിപ്പോൾ ഇങ്ങനെയായി. ഇവിടെയൊക്കെ ചൂട് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല കേട്ടോ. ഒരു രക്ഷയില്ലാത്ത ചൂടാണ്. ഞാൻ സാധാരണ എനിക്ക് കൊണ്ട കെട്ടാനുള്ള മുടി ഇല്ല, അതൊന്നാമത്തെ കാര്യം. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒരു മണ്ണ് വെച്ചിട്ട് ഞാനിങ്ങനെ, എനിക്ക് ഐഡിയ ഒന്നുമില്ല, ഞാൻ അന്നേരം കിട്ടുന്ന കണക്ക് വളച്ചും തിരിച്ചുമൊക്കെ അത് ചുരുട്ടി അവിടെ വെക്കും. അതാണ് ഇപ്പോൾ എൻ്റെ തലയിലിരിക്കുന്നത്. അതെങ്ങനെ ഇരിക്കുന്നതെന്നൊക്കെ ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് കാണുന്നത്. എനിക്ക് അല്ലാണ്ട് നിൽക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. ഇവിടെയാണെങ്കിൽ ശനിയാഴ്ച പാതിരാത്രി ഒന്ന് ചെറുതായിട്ടൊരു ഇത്തിരി മഴ പെയ്തു. ആ മഴയുടെ ഒരു എഫക്റ്റ് എന്നോണം ചൂട് നന്നായിട്ട് കൂടിയിട്ടുണ്ട്. വില്യം ചേക്ക് പണ്ട് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ പൊടിമഴ പെയ്യുന്നത് ചൂടിളക്കാനാണ്. സത്യമാണ് കേട്ടോ. അങ്ങ് പെയ്ത് തീരത്തുമില്ല, എന്നാൽ പെയ്യാണ്ടിരിക്കുക അതുമില്ല. ഇങ്ങനെ ചാറി തൂവി ഇങ്ങനെ അങ്ങ് പോവും. ചൂടാണെങ്കിൽ കൂടുതലും. ആലന് വൈകിട്ട് എടുത്ത ചായ കുറച്ച് ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. കുറച്ച് ചായ കുടിച്ചോളൂ. അപ്പോഴത്തേക്ക് ക്യാരം ബോർഡൊക്കെ വെച്ച് വിളി തുടങ്ങിയുകൊണ്ട് അങ്ങനെ അങ്ങ് പോയി. അപ്പോൾ ഞാൻ വിചാരിച്ചു ഉറക്കമൊക്കെ കുറഞ്ഞിരിക്കണമല്ലോ, പാതിരാ കുർബാനയ്ക്കാണല്ലോ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ ഉറക്കം വരും. ഞങ്ങളുടെ ഇവിടെ കുർബാന 11 മണിക്കാണ്. അപ്പോൾ ഒരു 10:30 ആകുമ്പം ഇറങ്ങണം എന്നാണ് മനസ്സിൽ. 10 മണിയൊക്കെ ആകുമ്പോഴേക്ക് റെഡിയായി തുടങ്ങണമെന്നില്ല, ഉടുപ്പൊക്കെ ഒന്ന് അയൺ ചെയ്യണം. കുക്കു സാറും വരുന്നുണ്ട് എൻ്റെ കൂടെ പള്ളിയിൽ. ഞാൻ പല തവണ ചോദിച്ചു, നിനക്ക് വരാൻ ആഗ്രഹം ഉണ്ടായിട്ടാണോ വരുന്നത്, നീ വേണമെങ്കിൽ കിടന്നോ, കുഴപ്പമില്ല, ഞാൻ സേറയും ഗ്ലാഡിസും ഒക്കെ ആയിട്ട് പൊക്കോളാന്ന്. പക്ഷേ അവനില്ല, ഞാൻ വരുന്നു, എനിക്ക് വരണം എന്നും പറഞ്ഞിട്ട് നിൽക്കുവാണ്. പിന്നെ നാളെ അവനില്ല. അത് സൺഡേ ആയതുകൊണ്ടല്ല, ഈസ്റ്റർ ആയതുകൊണ്ടല്ല, സാറ്റർഡേ സൺഡേ അവർക്കില്ല, കോച്ചിങ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചെന്നാലും കൊണ്ടുപോകാം. പക്ഷേ ഞങ്ങളുടെ ഈ ഒരു കുർബാന തീരാനുണ്ടല്ലോ വെളുപ്പിനാവും. 3:30-4 മണിയൊക്കെ കഴിയും നമ്മൾ വീടെത്താനായിട്ട്. വലിയ കുർബാനയാണ്. കുർബാനയ്ക്കിടയിൽ തന്നെ ഉയർപ്പും പിന്നെ ലുട്ടീനിയും അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. അതൊക്കെ തീരുമ്പോൾ നേരം വെളുക്കും. പ്രദക്ഷിണമുള്ളത് പള്ളിക്ക് ചുറ്റുമാണ്. ഉയർത്തെഴുന്നേറ്റ യേശുവിൻ്റെ രൂപം കൊണ്ടൊരു ചെറിയ പ്രദക്ഷിണമുണ്ട്. അതുമൊക്കെ കഴിഞ്ഞ് പ്രത്യാശയുടെ പുതിയ വെളിച്ചവും ഒക്കെ ആയിട്ടാണ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടത്. അങ്ങോട്ടേക്ക് നമ്മളെല്ലാവരും തിരി കൊണ്ടുപോകും. KCVMൻ്റെ സ്റ്റോളിൽ നിന്ന് തിരി കിട്ടും. പക്ഷേ ഞങ്ങൾ 10:30 ഇറങ്ങാമെന്നൊക്കെ വിചാരിക്കുന്നത് ഒരിക്കലും ആ ഒരു കറക്റ്റ് സമയത്ത് നടക്കാറില്ല. 11-11:15 ആവും ഇവിടുന്ന് നടന്നു തുടങ്ങാനായിട്ട്. നടന്നേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും ചെല്ലുമ്പോൾ താമസിക്കും. തിരിയൊക്കെ ടപ്പേന്ന് വിറ്റുപോകും. മിക്കപ്പോഴും സ്റ്റോളിൽ തിരി കാണാറില്ല, ഞങ്ങൾ ചെല്ലുമ്പോഴേക്ക് തീരും. പിന്നെ സൈഡിലുള്ള കടയിലൊക്കെ ഒരു നേരം വരെ, ഇത്രയും ലേറ്റ് ആവില്ല, അവർക്കൊക്കെ പള്ളിയിൽ പോകണ്ടേ, കുറച്ച് തിരിയൊക്കെ വെച്ചിട്ട് അവരിയ്ക്കും വിൽക്കാനായിട്ട്. എന്തായാലും ഞാൻ ഇന്ന് വീട്ടിൽ നിന്ന് തന്നെ തിരി കൊണ്ടുപോകാമെന്ന് തീരുമാനിച്ചു. കഴിഞ്ഞ തവണയും തിരി കിട്ടാണ്ട് കുറച്ച് നടന്നായിരുന്നു. കുക്കു സാർ ഇടാനായിട്ട് എടുത്തുകൊണ്ട് വന്ന ഷർട്ടാണ് കേട്ടോ ഇത്. ഈ ഷർട്ട് എടുത്തിട്ട് ഞാനത് എടുത്ത് പറയാൻ കാരണം, അവൻ ഈ ഡ്രസ്സുകളൊക്കെ ഭയങ്കരമായിട്ട് ഓർമ്മയിരിക്കുന്നു എന്നുള്ളത് എനിക്ക് ഇന്നാണ്, അതായത് ആ സാറ്റർഡേ ആണ് മനസ്സിലായത്. മുൻപൊരു തവണ ഞങ്ങൾ എവിടെയോ പുറത്ത് പോകാൻ നേരത്ത് ഡെല്ലയ്ക്ക് ഡ്രസ്സില്ലായിരുന്നു. അപ്പോൾ അവൾ കുക്കുവിൻ്റെ അളവിന് തപ്പിപ്പിടിച്ചെടുത്തുകൊണ്ട് വന്നത് ഈ ഒരു ഷർട്ടാണ്. അപ്പോൾ അവൻ അതിടണം. മമ്മിക്ക് ഓർമ്മയുണ്ടോ, ഇതെനിക്ക് മമ്മ 6 years old ആയിരുന്നപ്പോൾ എന്നെ ഇത് ഇടാൻ സമ്മതിച്ചില്ല, ഡെല്ലയ്ക്ക് ഇട്ട് കൊടുത്തു, അതുകൊണ്ട് ഇന്ന് എനിക്കിത് ഇടണമെന്നും പറഞ്ഞിട്ടാണ് ഈ ഷർട്ട് എടുത്തുകൊണ്ട് വന്നത് തന്നെ. ഈ വയസ്സടക്കം അവൻ എങ്ങനെയാണോ ഓർത്തിരിക്കുന്നത്.
ഞാനിട്ടത് ഈ ഒരു ചുരിദാറാണ്. വലിയ വിലയൊന്നുമില്ല, 10-400 രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ്. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് പണികൾ ചെയ്യാനുണ്ടായിരുന്നു. ഞാൻ നേരത്തെ നിങ്ങളുടെ ലോങ് വീഡിയോയിൽ പറഞ്ഞെന്ന് തോന്നുന്നു. ഈ ഒരു പെസഹ, വ്യാഴം, ദുഃഖവെള്ളി, ഈസ്റ്റർ ഇട്ടതെല്ലാം എല്ലാത്തിൻ്റെയും കഴുത്ത് ഞാൻ തുറന്നിട്ടുണ്ട്. ഇതിൻ്റെ ബാക്ക് ഇത്രയ്ക്കും തന്നെ വൈഡായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ തുറന്നു പോയതല്ല. ബാക്കിൻ്റെ ഡിസൈൻ ഇങ്ങനെ തന്നെയായിരുന്നു. പക്ഷേ ഫ്രണ്ടിൽ ഒരു വി നെക്കായിരുന്നു. അത് വി ആണെന്ന് പോലും അറിയാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ എൻ്റെ നെക്ക് ബോണിൻ്റെ അവിടെ ഇങ്ങനെ നിൽക്കുമായിരുന്നു, കോളർ ബോണിൻ്റെ അവിടെ. പിന്നെ ഞാൻ ഫ്രണ്ടിൽ കുറച്ച് അതുകൊണ്ട് തുറന്നിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇറക്കവും അതിങ്ങ് തറവരെ ഉണ്ടായിരുന്നു. ആ പാൻറ്റിൻ്റെ ഒരു ചുരുക്ക് പോർഷൻ വരെ ഇച്ചിരിയെങ്കിലും കാണുന്നതാണ് ഒരു ഭംഗിയെന്ന് എനിക്ക് തോന്നിയിട്ട്. അല്ലെങ്കിൽ മറ്റേ ബ്ലാക്ക് ഡ്രസ്സ് പോലെ കുറച്ച് സ്ഥലത്ത് ലൈനിങ്ങും പിന്നെ താഴോട്ടൊരു സ്പേസും വേണം. ഇതങ്ങനെയില്ല, ലൈനിങ് ഇല്ല ഇതിന്. അപ്പോൾ താഴെ ബോട്ടം പോർഷനും ഞാൻ കുറച്ച് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഷോൾ ഞാനൊന്നും ചെയ്തിട്ടില്ല. സാധാരണ ഞാനിങ്ങനെ പൊട്ട് വെക്കാറില്ല, പക്ഷേ ഇതിൻ്റെ കൂടെ എനിക്കൊരു കല്ലിൻ്റെ പൊട്ടൊരു ചെറുത് വെക്കാൻ തോന്നി. ഞാൻ അങ്ങനെ ഒരു ചെറിയ കല്ലിൻ്റെ പൊട്ടും, ഞാനിത് വെസ്റ്റ് സൈഡിൽ നിന്നെങ്ങാണ്ടാന്ന് തോന്നുന്നു ഈ ഒരു കമ്മൽ മേടിച്ചത്. വാങ്ങിച്ചിട്ട് ഒരുപാട് വർഷങ്ങളായി. എൻ്റെ കയ്യിലുള്ള ഇയറിങ്സിൽ ഇത്രയും ലാസ്റ്റ് ചെയ്ത വേറൊരു ഇയറിംഗ് ഇല്ല. ഒരു സിൽവർ പ്ലേറ്റഡ് ആണ്, പക്ഷേ നല്ല പോലെ അത് കറുക്കത്തുമില്ല വെളുക്കത്തുമില്ല, നല്ല നൈസായിട്ടിരിപ്പുണ്ട്. അങ്ങനെ നിലുവിൻ്റെ ഒരു സെറ്റ് കരച്ചിലൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ പള്ളിയിലേക്ക് എത്തി. പള്ളി എന്താണ് ഇങ്ങനെയെന്നല്ലേ, അവിടെ തിരി കത്തിച്ച് അവിടുന്ന് വെളിച്ചം എല്ലാവർക്കും പകർന്ന് വന്ന് തിരി എല്ലാം കത്തിക്കഴിയുമ്പോഴേ ലൈറ്റ് ഇടത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങനെ ഇരിക്കുന്നത്. ഉർവശി ശാപം ഉപകാരം എന്നോണം താമസിച്ച് വന്നത് ആരും അറിഞ്ഞിട്ടില്ല. നൈസിന് ഞങ്ങൾ ചെന്ന് സ്ക്രീനിന് നേരെ, എനിക്ക് ക്യാമറ നന്നായിട്ട് എടുക്കാനായിട്ട്, വീഡിയോ നന്നായിട്ട് എടുക്കാനായിട്ട് സ്ക്രീനിന് നേരെ ഒരു പോർഷനിലിരുന്നു. ഈ ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴും അല്ലാണ്ട് റീലിലിട്ടപ്പോഴും എല്ലാവരും പറഞ്ഞു നല്ല രസമുണ്ട്, നല്ല പിക്കാണ്, ആരാണ് എടുത്തതെന്നൊക്കെ. ഇത് ഫോട്ടോ അല്ല, അത് ഈ ഒരു വീഡിയോയ്ക്കകത്തുനിന്ന് ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തിട്ടാണ് ആ ഫോട്ടോ ഒപ്പിച്ചെടുത്തത്. അത് കുക്കു സാർ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അങ്ങനെ ഇത് ഉയർപ്പായി. നമുക്കത് തൽക്കാലം സ്ക്രീനിലൂടെ കാണാം. ഊരു ചുറ്റു സുലോപാതയ്ക്ക് കർത്താവ് ലൈവാണെന്ന് ഞാൻ പറഞ്ഞില്ലേ, അതുപോലെ ഇതും ലൈവ് കർത്താവാണ് കേട്ടോ. അന്ന് ഈശോ ആയ ആൾ തന്നെയാണ് ഇപ്പോഴും ഈശോ. സകല വിശുദ്ധരെയും വിളിച്ച് പ്രാർത്ഥിക്കുന്നതാണ്. അത് തീരാനായിട്ട് ഒരുപാട് നേരം എടുക്കും. ബലൂൺ വേണം എന്നും പറഞ്ഞ് കുക്കു സാർ ഇടയ്ക്കൊരു കരച്ചിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പോകുമ്പോൾ വാങ്ങിക്കാമെന്നും പറഞ്ഞ് ഞാനൊന്ന് ഒതുക്കി. ഇതിപ്പോൾ അവന് സുസു വെക്കാനായിട്ട് ഞങ്ങൾ ഈ ഒരു സൈഡിലേക്ക് വന്നതാണ്. എന്നിട്ട് തിരിച്ചു പോയി. അച്ഛൻ്റെ ഓതുവെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്, വെഞ്ചരിച്ച വെള്ളമാണ്. ഇത് ദേഹത്ത് വീഴുന്നവരിക്കണം, അപ്പോഴല്ലേ മനസ്സിലാവൂ എവിടെയൊക്കെ വീണിട്ടുണ്ടെന്ന്. മഹത്വത്തിന്റെ ഗീതം പൂജ കഴിഞ്ഞു. ഇനി ഉയർത്തെഴുന്നേറ്റ രൂപവും കൊണ്ട് പള്ളിക്ക് ചുറ്റും ഒരു പ്രദക്ഷിണം. പ്രദക്ഷിണം തിരിച്ച് പള്ളിയിൽ കയറിയപ്പോൾ പറഞ്ഞ വാക്ക് പാലിക്കാനായിട്ട് കുക്കു സാറിനൊരു ബലൂണും മേടിച്ച് വീട്ടിലേക്ക് തിരി അണഞ്ഞു പോകാണ്ട് വീട് വരെ കൊണ്ടുപോകണം. നമ്മുടെ വീട്ടിൽ ചെന്നിട്ട് നടയിൽ തിരി വെച്ചിട്ട്, അതായത് കർത്താവിന് മുന്നിൽ തിരി വെച്ചിട്ട് വേണം കിടത്താനായിട്ട്. ഞാൻ മാത്രമല്ല, എല്ലാവരും അങ്ങനെയാണ് പോണത്. ഈ ഇരുട്ടത്ത് അങ്ങനെ മെഴുകുതിരി പിടിച്ച് ഇങ്ങനെ പള്ളിയിൽ നിന്ന് ഇറങ്ങുന്നതൊക്കെ ഒരു വൈബാണ് കേട്ടോ. ഞാൻ ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് പാതിര കുർബാനയ്ക്കും മറ്റ് സ്പെഷ്യൽ ഡേയ്സിലുമൊക്കെ പള്ളിയിൽ പോണത്. അങ്ങനെ ഞങ്ങളിത് നടന്ന് കുരിശുമൂടെത്തി. ഷേർലി ചേച്ചി നീയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത്. അവർ ഇതേപോലെ ലിലിയംസിൻ്റെ വീടിനും കുരിശടിക്കും ഇടയിലുള്ള വഴിയിലൂടെ അങ്ങോട്ട് വീട്ടിലേക്ക് പോകും. കണ്ണമ്മോൻ ഇവിടെ തിരിച്ചെത്തിയിട്ടില്ല, ബുള്ളറ്റ് വെളിയിലില്ല, അവൻ പള്ളിയിൽ നിന്ന് എത്തിയില്ല. ഞങ്ങളിതേ പ്രത്യാശയുടെ വെളിച്ചവുമായിട്ട് വീട്ടിലേക്ക്. ഇനി ഇതിന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കർത്താവിൻ്റെ മുന്നിൽ കൊണ്ട് കത്തിച്ച് വെച്ച് ഒന്ന് പ്രാർത്ഥിച്ചിട്ട് അണയ്ക്കാം. അതാണ് അതിൻ്റെ ഒരു ബൂട്ടി. ആൻഡ് ദിസ് ഇസ്
സൺഡേ മോർണിംഗ് ഞാൻ രാവിലെ എണീറ്റപ്പോഴേക്കും ഇവിടെ നല്ല ബഹളം, 3 പേരും തകർത്ത് പല്ല് തേക്കുന്നു. കാരണമുണ്ട്, ഒരേപോലെ എക്സൈറ്റഡ് ആണ് എല്ലാവരും പുലിച്ചെറിയിലേക്ക് പോകാനായിട്ട്. മമ്മിയും ഡാഡിയും വിളിച്ചിട്ടുണ്ടായിരുന്നു. ചേച്ചി നമ്മൾ ഈസ്റ്റർ അവിടെയാണ്. രാവിലെ പല്ലൊക്കെ തേച്ച് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഇവിടുന്ന് കഴിക്കുന്നില്ല, അവിടെ നിന്നാണ്. അമ്മയെ ഒരുപാട് പ്രാവശ്യം വിളിച്ചു കേട്ടോ. പക്ഷെ അമ്മയുടെ ചേച്ചി ഇതുപോലെ ഒറ്റയ്ക്കാണ്. മക്കളൊക്കെ 2 വേറെ ഹസ്ബൻഡിൻ്റെയൊക്കെ കൂടെയാണ്. അപ്പോൾ ചേച്ചിയുടെ അടുത്തേക്ക് പോകുന്നു എന്നൊക്കെയാണ് പറഞ്ഞത്. അങ്ങനെ ഞങ്ങളതേ വണ്ടി കയറി പുലിച്ചെറിയിലേക്ക് പുറപ്പെട്ടു. ഇനി വണ്ടിക്കകത്ത് അവിടെ എത്തുന്നത് വരെ തുള്ളലായിരിക്കും. അങ്ങോട്ട് പോകുന്ന എക്സൈറ്റ്മെൻറ്റ് ഒരു വശത്ത്, പിന്നെ നമ്മൾ എപ്പോൾ തിരിച്ചു വരും, നമ്മൾ നാളെ വരത്തുള്ളൂ, നമ്മൾ ഇന്ന് നിൽക്കുമോ നിൽക്കത്തില്ലയോ, ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസൊക്കെ കുക്കുസാറിൻ്റെ വകയുണ്ടാവും. പ്രത്യേകിച്ചൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്തതുകൊണ്ട് നിലുവിൻ്റെ വക ഇത് കൂടെ പോകണം, അതുവഴി പോകണം, ഇതുവഴി പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് അവൻ വണ്ടിക്കകത്തിരുന്നൊരു ഗൂഗിൾ മാപ്പിനെ പോലെ പ്രവർത്തിക്കും. കാര്യമായിട്ടൊന്നും അറിയത്തില്ല, വെറുതെ പറയുന്നതാണ്. അങ്ങനെ ഞങ്ങളിതേ പാട്ടൊക്കെ ഇട്ട്, ഞാൻ ഇന്നലെ ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോൾ ഇട്ട 2 ലൈൻസ് ഞാൻ മനസ്സിൽ തട്ടി ഇട്ടതാണ്. അപ്പോൾ അതിങ്ങനെ ഇട്ടപ്പോൾ തൊട്ട് എനിക്ക് ആ പാട്ടിങ്ങനെ മുഴുവൻ കേൾക്കണം എന്നുണ്ടായിരുന്നു. അങ്ങനെ ആ പാട്ടൊക്കെ ഇട്ട് ഞങ്ങളിതേ പുലിച്ചിറയിലേക്ക് എത്തി. സെൻറ്റ് സെബാസ്റ്റ്യൻ്റെ നമ്മൾ അന്ന് പെരുന്നാളിന് വന്ന കുരിശടിയാണ് ഇപ്പോൾ കണ്ടത്. എൻ്റെ വ്ളോഗിലെയും ഷോർട്സിലെയും ഒക്കെ സന്തോഷ് പണ്ഡിറ്റ് ഞാൻ തന്നെ ആയതുകൊണ്ട് ഞാൻ പുള്ളീനെ ആത്മാർത്ഥമായി ബഹുമാനിച്ചുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ, എല്ലാം തനിയെ ചെയ്യുന്നതുകൊണ്ട്. അതുപോലെ ഞാൻ ആദ്യം വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങി പോയി ക്യാമറയൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ ഈ കയറുന്ന പോലെ അഭിനയിക്കുന്നത്. അങ്ങനെ നേരെ വന്ന് ഇവിടെ 2 പേര് കിച്ചണിൽ തകൃതിയായിട്ട് എന്തൊക്കെയോ പരിപാടികൾ പണിയിലാണ്. ഉച്ചയ്ക്കത്തെ ലഞ്ചിൻ്റെ ഇവരൊക്കെ ഭക്ഷണം കഴിച്ചു കേട്ടോ. എല്ലാവരും പാതിര കുർബാനയ്ക്കൊക്കെ പോയി. പക്ഷേ എല്ലാവരും ഉള്ളപ്പോൾ പെട്ടെന്ന് നേരത്തേക്ക് എണീക്കുമല്ലോ. പിന്നെ അറൗണ്ട് ഒരു 9-9:30 സിമ്പിളും എത്തിയിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ എല്ലാവരും ഉണർന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. ഇനി ഞങ്ങൾ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ളൂ. ഈ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടല്ലോ, അതാണ് ഇപ്പോൾ അവിടെ കാണുന്നത് കേട്ടോ. കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ഇവരുടെയൊക്കെ തലയിലും തോളിലും ഒക്കെ കയറിയിരിക്കും. ആദ്യം വരുമ്പോഴത്തേക്ക് ചെറിയൊരു ജാടയൊക്കെ ഇടും. അങ്ങനെ ഞങ്ങളിങ്ങനെ ഹാപ്പി ഈസ്റ്ററൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരാൾക്ക് ഇത് ഇച്ചിരി സൂചിച്ചില്ല, എന്നാലും ഡെല്ലി ആയതുകൊണ്ട് മുതലാളി ക്ഷമിച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ഇതിലെ കൂടെയെങ്കിലും ഒരു കടിയെങ്കിലും അവൻ പാസ്സാക്കിയേനെ. അങ്ങനെ ഞങ്ങൾ ഇതേ ഭക്ഷണം കഴിക്കാനായിട്ടിരുന്നു. ചേച്ചി ചായ എടുത്തിട്ടുണ്ടായിരുന്നു, മമ്മിയും കൊണ്ടുവന്നു 1 കപ്പ് ചായ. അപ്പോൾ അത് ഷുഗർ ഇല്ലാത്തതായിരുന്നു. അപ്പോൾ അതിൽ ഷുഗറൊക്കെ മിക്സ് ചെയ്ത് ഞങ്ങൾ അപ്പവും സ്റ്റൂവും, ബീഫ് കറി ഉണ്ടായിരുന്നു, പക്ഷേ സ്റ്റൂ ആണ് എടുത്തത്. നിലുവും കഴിച്ചു നല്ലപോലെ. ഞാൻ അവനെ സൈഡിലിരുത്തിയിട്ട് അവനെ വാരി കൊടുക്കുന്നുണ്ടായിരുന്നു. നല്ല സ്റ്റൂ ആയിരുന്നു. സ്റ്റൂവും ബീഫ് കറിയും ആൻറ്റി ചെയ്തിട്ട് വന്നതാണ്, ഷെർലാൻറ്റി, മമ്മിയുടെ ചേച്ചി. മമ്മിയുടെ ചേച്ചിയാണ് ഇപ്പോൾ ബ്ലൂ ചുരിദാർ, അതാണ് ഷെർലാൻറ്റി. ഷെർലാൻറ്റിയുടെ മക്കളാണ് സിമ്പിളും മോനുവും. മോനുവിന് ആലൻ്റെ ഏജ് തന്നെയാണ്. സിമ്പിളിന് എനിക്ക് തോന്നുന്നു ചേച്ചിയുടെ അതേ ഏജൊക്കെ തന്നെയാണ്. എൻ്റെ 2 നാത്തൂന്മാരെന്ന് പറയാം. പക്ഷെ അങ്ങനെ ഒരു ഹെഡിങ്ങേ ഉള്ളൂ ഈ നാത്തൂന്മാരെന്നൊക്കെ പറയുന്നതൊക്കെ. എവിടെയെങ്കിലുമൊക്കെ വന്ന് എന്തെങ്കിലും പരിപാടിക്കൊക്കെ ആണെങ്കിൽ അവിടുത്തെ ഏറ്റവും ചെറിയ പിള്ളേരായിരിക്കും ഞങ്ങൾ, ബഹളം വയ്ക്കുന്ന കാര്യത്തിൽ. നിങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ യക്ഷീനെ പോലെ ചിരിക്കുന്നത്. ആ ചിരിയൊക്കെ ഇതിൻ്റെ ആവശ്യം പോലെയുണ്ട്. എല്ലാം ഞാൻ കേൾപ്പിക്കുന്നില്ലെങ്കിലും 2-3 വട്ടത്തെ ചിരിയൊക്കെ കേൾപ്പിക്കാം. ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് ഇവരൊക്കെ മക്കളും കുട്ടിയൊക്കെ അവിടെ സെറ്റിലായി. ഞാൻ രാവിലെ ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ കഴിച്ച പാത്രങ്ങൾ മാത്രമേ കഴുകാനുണ്ടായിരുന്നുള്ളൂ. അതൊക്കെ കഴുകിയെടുത്തു. വെജിറ്റബിളിനായിട്ട് കുറച്ച് ക്യാബേജും ക്യാരറ്റും കൂടിയാണ് എടുക്കുന്നത്. ഞാൻ അപ്പുറത്ത് എന്താണ് നടക്കുന്നതെന്ന് അറിയാനാണ് അങ്ങോട്ടേക്ക് പോകുന്നത്. ഇത് ചേച്ചിയുടെ വീടും അപ്പുറത്ത് കാണുന്ന മമ്മിയും ഡാഡിയും താമസിക്കുന്ന വീട് കേട്ടോ. അങ്ങനെ അങ്ങോട്ടേക്ക് ചെന്നപ്പോൾ അവിടെ ആൻറ്റി ഉച്ചയ്ക്കത്തെ ലഞ്ചിന് സാലഡിന് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഡാഡ ചിക്കൻ കറി ഏതാണ്ട് പൂർത്തിയായി, ഇനി ചിക്കൻ ഇട്ട് വേവിച്ചാൽ മതി. അതുകൊണ്ട് നമുക്ക് ആ റെസിപ്പി കിട്ടിയില്ല. പോർക്കും മമ്മി ഓൾറെഡി കുക്ക് ചെയ്ത് കഴിഞ്ഞു. അത് പിന്നെ മമ്മിയുടെ സ്പെഷ്യൽ ഐറ്റം ആയതുകൊണ്ട് മമ്മി അത് ടപ്പേന്ന് അങ്ങ് ആക്കും. ഞാൻ ഈ സ്റ്റാൻഡും ഫോണും പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ ഷെർലാൻഡി പറയും കേട്ടോ, മോസസ് ദേ വടിയും കൊണ്ട് വന്നു. ഒരു 2 സ്റ്റാൻഡും 2 ഫോണും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ അവിടെ ഇവിടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ മതിയായിരുന്നു. എനിക്കറിയാം അതിമോഹമാണ് മോനെന്നല്ലേ, അതേ അതിമോഹമാണ്. സാരമില്ല, നമുക്കിപ്പോൾ ഉള്ളതുകൊണ്ട് ഓണം പോലെ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എല്ലാ വ്ളോഗ്സും കാണിക്കുന്നില്ലേ. ലെങ്ത്ത് കൂടി പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഇതിൻ്റെ അകത്ത് ഏത് ബിറ്റാണ് കളയേണ്ടതെന്ന്, ഇതിൻ്റെ അകത്ത് ഒത്തിരി ഞാൻ കളയുന്നുണ്ട്, പക്ഷെ എന്നാലും അതിൻ്റെ ഒരു പൂർണ്ണതയെ അത് ബാധിക്കരുത് എന്നുള്ളത് കൊണ്ടാണ് എസ്പെഷ്യലി ഞങ്ങളിങ്ങനെ കൂടുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഒരു ട്രിപ്പിൻ്റെതൊക്കെ കുറച്ച് ലെങ്ത്ത് കൂടിപ്പോകുന്നത്. അത് അതിനേക്കാളും ചുരുക്കമാണെങ്കിൽ പിന്നെ എനിക്കത് റീലായിട്ട് ഇട്ടാൽ പോരെ, അങ്ങനെയായിരിക്കും ഞാൻ ചിന്തിക്കുന്നത്. അത്രയും ഞാൻ കട്ട് ചെയ്ത് കളയണമെന്ന്. ബീഫ് ഡാഡ മല്ലിപ്പൊടിയും മുളക് പൊടിയും കുരുമുളക് പൊടിയും മസാലകളും ഒക്കെ ചേർത്ത് കുക്കറിൽ വേവിച്ചിട്ടുണ്ട്. ഇതൊരു ബീഫ് ഫ്രൈ ആണ്. അതിൻ്റെ ടോപ്പിങ്സ് ആയിട്ട് വെക്കാനാണ് ആദ്യം കുറച്ച് പപ്പടവും കുറച്ച് തേങ്ങയും കൊപ്രയും കൂടെ വറുത്തെടുത്തത്. അത് 2 എണ്ണയിൽ വറുത്ത് മാറ്റി ചെറിയുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും ഇട്ട് വെളിച്ചെണ്ണയിൽ നല്ലപോലെ വഴറ്റി അതിലേക്ക് കുക്കറിൽ വെന്ത ബീഫും വെള്ളവും ഇട്ടിട്ട് ഇത് വറ്റിച്ചെടുക്കും. അങ്ങനെ വറ്റി വരുമ്പോൾ ഇത് നല്ല ഉഗ്രൻ ടേസ്റ്റുള്ളൊരു ബീഫ് ഫ്രൈ ആവും. ഇതിൻ്റെ മേലെ എന്നിട്ട് ലാസ്റ്റ് വിളമ്പുന്നതിന് തൊട്ട് മുമ്പ് കൊപ്രയും പപ്പടം വറുത്തതും ഒക്കെ കൂടെ ചേർക്കുക. അങ്ങനെ അവിടെ ഇനി നമുക്ക് പ്രത്യേകിച്ച് റെസിപ്പിയൊന്നും എടുക്കാനില്ല എന്നറിഞ്ഞിട്ട് ഞാൻ നേരെ ഇപ്പുറത്തേക്ക് വന്നു. ഇവിടെ ചേച്ചി ഇന്നലെ തന്നെ ഇത് കുഴച്ച് റെഡിയാക്കി ഉണ്ട പോലെയൊക്കെ പിടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ കറക്റ്റ് റൗണ്ട് ഷേപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ കുറച്ച് നേരം പോയി നിന്ന് ഞാൻ വളരെ നന്നായിട്ട് പണിയെടുക്കുന്ന കണക്ക് അഭിനയിച്ചു.
ചൂടിൻ്റെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഞാൻ വന്നപ്പോൾ തൊട്ട് ഇടയ്ക്കിടയ്ക്ക് ഇതിങ്ങനെ എടുത്ത് കുടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫുൾ ഡേ ഈസ്റ്റർ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പണ്ടില്ല ഓണത്തിന് വലിച്ചു വാരി സദ്യ തിന്നിട്ട് വയറും വീർത്തിരിക്കത്തില്ല, അതുപോലൊരു സിറ്റുവേഷൻ ആയിരുന്നു ഉച്ച കഴിഞ്ഞപ്പോൾ തൊട്ട്. ഡാരൽ ഇവിടെ സ്റ്റീക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അവൻ പറയുന്നുണ്ടായിരുന്നു മേളിലിരിക്കുന്നത് റാറ്ററ്റൂയിയാണെന്ന്. ആ ഒരു മൂവി കണ്ടിട്ടുള്ളവർക്ക് അറിയാൻ പറ്റും. ഒരു എലി ഒരു ഷെഫിൻ്റെ തൊപ്പിയുടെ മേളിലിരുന്നിട്ട് എന്ത് ഇൻഗ്രീഡിയൻറ്റ് എങ്ങനെ ഇടണം എന്നൊക്കെ മുടി അങ്ങോട്ടും ഇങ്ങോട്ടും ലെഫ്റ്റ് റൈറ്റൊക്കെ വലിച്ചിട്ട് ചെയ്യിപ്പിക്കുന്നതാണ്. അതൊരു എന്താ പറയുന്നത്, നമ്മൾ ഒരു മാസ്റ്റർ ഷെഫിന് അത് ഇഷ്ടപ്പെടുകയും അതൊക്കെയാണ് ആ മൂവിയുടെ പ്ലോട്ട്. അപ്പോൾ ആ തലയിലിരിക്കുന്ന എലിയാണ് ഇപ്പോൾ ഡാരലിൻ്റെ തലയിലിരിക്കുന്നതെന്നാണ് അവൻ പറയുന്നത്. സ്റ്റീക്ക് റെഡിയായി കഴിഞ്ഞാൽ പിന്നെയുള്ള 2 ഐറ്റംസ് അല്ല 3 ഐറ്റംസ്, കട്ട്ലറ്റ്, പായസം, പപ്പടം, അത് 3ആണ് ചെയ്യാനുള്ളത്. അപ്പുറത്ത് മമ്മി ഓൾറെഡി ഒരു 2 നാഴിയോ മറ്റോ ചോറ് വെച്ചിട്ടുണ്ട്. താഴെയുള്ള ആ ഒരു ബേസിൻ കണ്ടോ, അത് ഫുള്ള് ചോറാണ്. ഇവിടെ ചേച്ചിയും കുക്കറിൽ കുറച്ച് ചോറാക്കി എടുത്തിട്ടുണ്ട്. സാധാ ചോറാണ് കേട്ടോ. ഇത്രയും കറികളുടെ കൂടെ ഫ്രൈഡ് റൈസിനേക്കാളും നല്ലത് ചോറും മോരുമാണ്. മോര് കറിയും ചേച്ചി വെച്ചിട്ടുണ്ട്. അങ്ങനെ ദേ എൻ്റെ പായസം റെഡിയായി. മിൽക്ക് മെയ്ഡൊക്കെ ചേർത്ത് നല്ല കട്ടിയുള്ള നല്ല കുറുകിയ പായസത്തിലേക്ക് ഞാൻ മേലെ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുത്തു. ശ്രദ്ധിച്ച് കേൾക്കണം, കട്ടിയുള്ള കുറുകിയ പായസം. അതെന്തിനാണ് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞതെന്ന് ഞാൻ വഴിയെ പറഞ്ഞുതരാം. നട്ട്സൊക്കെ വറുത്തിട്ടാൽ ഈ പിള്ളേർ എടുത്തെടുത്ത് പെറുക്കി മാറ്റിക്കൊണ്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് നട്ട്സൊന്നും സെപ്പറേറ്റ് ആയിട്ട് വറുത്തിടാൻ നിന്നില്ല. പിന്നെ അതുമല്ല, ഏകദേശം സമയം ഒരു 1 മണിയൊക്കെ ആകാറായിട്ടുണ്ടായിരുന്നു. പെട്ടെന്നല്ല പരിപാടി അങ്ങ് തീർക്കാമെന്ന് കരുതി സാലഡിനായിട്ട് അരിഞ്ഞു വെച്ചതിന് കുറച്ച് മാറ്റി ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ട് ബാക്കിയുള്ള കുറച്ച് പച്ചക്കറികളിൽ കുറച്ചില്ലെന്ന് ബാക്കിയുള്ളതിൽ ഞാൻ കുറച്ച് ഉപ്പും പെപ്പറും ഒക്കെ ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തു. ഇവിടെ കഴിഞ്ഞ ഓരോ ഐറ്റംസ് ഞാൻ അപ്പുറത്തേക്ക് കൊണ്ടുവച്ചതാണ്. അല്ലെങ്കിൽ ഇവിടെ സ്പേസ് കുറഞ്ഞുകൊണ്ടിരിക്കുമല്ലോ, ഒത്തിരി ഐറ്റംസ് ഇല്ലേ. ഈ ഒരു ടേബിൾ എൻലാർജ് ചെയ്യാൻ പറ്റുന്ന ടേബിളാണ് കേട്ടോ. ഇവിടെ സൈഡിൽ കിടന്നുവെച്ചാൽ ആ ചെറിയ ടേബിൾ തന്നെയാണ്. അത് 2 സൈഡിൽ നിന്നും കുറച്ച് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടാണ് അതിപ്പോൾ ഹോളിലേക്ക് ഇട്ടേക്കുന്നത്. ഇതിനിടയിൽ ഞാൻ പപ്പടവും ഒക്കെ വറുത്ത് മാറ്റി. അപ്പോൾ നമ്മുടെ ഈസ്റ്റർ ലഞ്ച് റെഡിയായി. ചിക്കൻ കട്ട്ലറ്റ്, ഇത് ഷെർലാൻഡി കൊണ്ടുവന്ന ബീഫ് കറി, മമ്മിയുടെ വക ഇലുമ്പിക്ക അച്ചാർ, അപ്പുറത്തെ ഡിഷിലിരിക്കുന്നത് നല്ല ഉഗ്രൻ പോർക്ക് വരട്ടിയത്, ചിക്കൻ കറി, ഡാരൽ ചെയ്ത സ്റ്റീക്ക്, ക്യാരറ്റും ക്യാബേജും തോരൻ, കുറച്ച് സാലഡ്, ഡാഡ ഉണ്ടാക്കിയ ബീഫ് ഫ്രൈ വിത്ത് പപ്പടം ആൻഡ് കൊപ്ര ടോപ്പിങ്സ്, പിന്നെ കുറച്ച് മോരുകറിയും. അങ്ങനെ പിള്ളേരെയൊക്കെ ഇരുത്തി ആദ്യം ചോറ് കൊടുത്തു. നിലുവും അവരുടെ കൂടെ തന്നെ ഇരുന്ന് കഴിക്കാമെന്നും പറഞ്ഞ് അങ്ങനെ അങ്ങ് കഴിച്ചു. പിന്നെ ഞാൻ ചോറെടുത്തു. ചോറ് കുറച്ചും ബാക്കി ഐറ്റംസ് കറികളായിരുന്നു കൂടുതൽ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചിയേഴ്സൊക്കെ പറഞ്ഞ് ചോറ് കഴിച്ചു. ആ ചിരി പ്രത്യേകിച്ചൊരു തമാശയ്ക്കൊന്നും ആയിരുന്നില്ല. ഡാരൽ അവിടെ സ്റ്റീക്ക് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട്. അവൻ ഈ ചിയേഴ്സ് പറയുന്നതിൻ്റെ ഇടയിൽ അവൻ്റെ ഫോർക്കും കൊണ്ട് വന്നപ്പോഴത്തേക്കും ഞങ്ങൾ ചിയേഴ്സ് പറഞ്ഞ് തീർന്നു. അങ്ങനെ ഞങ്ങൾ ചിരിച്ചതാണ്. പിന്നെ അവനും നിലുവും കൂടെ പോയി കുറച്ച് ബബിൾസൊക്കെ ഉണ്ടാക്കി വെളിയിൽ നിന്ന് കളിച്ചു. ഡെല്ലയും കുക്കും ഇവിടെ വേറെ എന്തൊക്കെയോ പരിപാടി ചെയ്തുകൊണ്ടിരിക്കുന്നു. നിലുവിനെ ഞാൻ പിടിച്ചു കിടത്തി ഉറക്കി കേട്ടോ, അല്ലെങ്കിൽ വൈകുന്നേരം ഭയങ്കര ഫസിയായിരിക്കും. അത് കഴിഞ്ഞ് ഡാഡയൊക്കെ കഴിക്കാനായിട്ടിരുന്നു. കട്ട്ലറ്റിന്റെ 4 അച്ചാറിന് 4.5 ഓടിക്കും. കട്ട്ലറ്റിന് 4.5 ഓടിക്കണം. കാരണം കട്ട്ലറ്റ് വിത്ത് ടോപ്പിംഗ്സ് പപ്പടം ഉണ്ട്. അപ്പൊ ബീഫിന് 4.5 കൊടുക്കും. അത് ഈ ടുക്ക് എക്സ്ട്രാ കെയർ ടു പുട്ട് ടോപ്പിംഗ് 4.5 കൊടുക്കും. കട്ട്ലറ്റിന് 4 അച്ചാറിന് 4.5. ആണോ അത് മിൽക്ക് ഷേക്ക് ആണോ എന്ന് പറയാൻ പറ്റില്ല. അല്ല ഞാൻ ഇത് പറയാം. ഇതിനെന്ത് പേര്? ഇത്രയും പൈസ കട്ടിക്കൊടുത്ത കുടിക്കാൻ പറ്റിയവരാ കുടിച്ചത്. അത് പറയാം. പക്ഷേ അഭിപ്രായങ്ങൾ നമ്മൾ ലൂസായിട്ട്
എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ആദ്യത്തെ പന്തിക്ക് കയറി എല്ലാം നല്ലപോലെ കിട്ടും, പിന്നെ വരുന്ന പന്തിക്ക് സാധനങ്ങൾ കുറഞ്ഞുകൊണ്ടേയിരിക്കും, സ്വാഭാവികം. അങ്ങനെ ലഞ്ചൊക്കെ കഴിഞ്ഞ് ഞങ്ങളിതേ ടേബിളൊക്കെ ക്ലീൻ ചെയ്തു. ഇനിയിപ്പോൾ വൈകുന്നേരം രാത്രിയൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് ടേബിൾ ചെറുതാക്കി എടുത്ത് മാറ്റിയില്ല, ഇങ്ങനെ തന്നെ കിടക്കട്ടെ എന്ന് കരുതി. എന്നിട്ട് ഞാനും ചേച്ചിയും സിമ്പിളും ഒക്കെ പോയി കിടന്ന് ഉറങ്ങി. ഞങ്ങൾ എണീറ്റപ്പോഴേക്കും ഇവിടെ ആകെ നല്ല മണം. നോക്കിയപ്പോൾ ഈ പിള്ളേർ സെറ്റ് എല്ലാം കൂടെ ഇതേ കുറച്ച് നൂഡിൽസും പിന്നെ ഫ്രിഡ്ജിലിരുന്ന ഫ്രോസൺ ചിക്കനൊക്കെ എടുത്ത് ഫ്രൈ ചെയ്തേക്കുന്നു. മമ്മിയാണെങ്കിൽ ഞങ്ങൾക്കുള്ള ചായയൊക്കെ കൊണ്ടുവന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് ഞാൻ നിലവിലുള്ള പാലെടുത്തുകൊണ്ടിരിക്കുക. ഒരാളിവിടെ പാല് കുടിക്കാനായിട്ട് വെയിറ്റ് ചെയ്യുവാണ്. ഉറങ്ങി തെളിഞ്ഞെണീറ്റിരിക്കുകയാണ്. കുറച്ച് ബൂസ്റ്റൊക്കെ ഇട്ട പാലാണ് കേട്ടോ, അതാണ് ചായ മാതിരി ഇരിക്കുന്നത്. അങ്ങനെ അവനുള്ള പാലൊക്കെ കൊടുത്തു. അപ്പോഴേക്ക് അടുത്ത പ്ലാനിങ്ങിന് ഉരുത്തിരിഞ്ഞ് വരുന്നുണ്ടായിരുന്നു. ലുലുവിൽ പോവാം, അവിടെ പോയിട്ട് ഡാരലിൻ്റെ നോമ്പ് തുറയാണ് കേട്ടോ ഇന്ന്. അവന് ഈ ഒരു നോമ്പ് ഫുൾ അവനെടുത്തു നോൺ വെജ് കഴിക്കാണ്ട്. അവൻ നോമ്പ് തുറക്കുന്ന ദിവസം അവൻ്റെ ബക്കറ്റ് ലിസ്റ്റിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കഴിക്കാനായിട്ട് ഉണ്ടായിരുന്നു. ഷവർമ, പിന്നെ എന്തൊക്കെയോ കുഴിമന്തി. അവൻ കുഴിമന്തിയുടെ ചിക്കനൊന്നും എടുക്കാണ്ട് റൈസ് മാത്രം കഴിച്ചാണ് ഇത്ര നാളും അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അങ്ങനെ ഡാരലിൻ്റെ നോമ്പ് തുറക്കായിട്ട് ഞങ്ങളിത് ഇറങ്ങുവാണ് ഇവിടുന്ന് ലുലുവിലേക്ക്. ഇവിടെ മിക്കപ്പോഴും വരുമ്പോൾ ഞാനങ്ങനെ പുറത്തു പോകുന്ന ഡ്രസ്സ് എടുക്കാറില്ല. പുറത്തു പോകുന്ന എന്തെങ്കിലും ഒരു പ്ലാൻ വരും എന്നെനിക്കറിയാം. ചേച്ചിയുടെ ഡ്രസ്സൊക്കെ എടുത്തിട്ടാണ് ഞാൻ പോകാറുള്ളത്. പക്ഷേ ചെരുപ്പ് എനിക്ക് ചേരത്തില്ല. ചെരുപ്പ് എൻ്റേത് ഡെല്ലയുടേതാണ്, സെയിം സൈസ്. അങ്ങനെ ഞങ്ങളിതേ മനുവിനെ എടുത്തു. അവിടെ വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ വീൽ ചെയർ ഉണ്ടോ എന്ന് പറഞ്ഞു. അടുത്തായതുകൊണ്ട് അവൻ്റെ വീൽ ചെയർ എടുക്കാണ്ടാണ് അവരിങ്ങോട്ടേക്ക് പോരുന്നത്. നിലു രാവിലെ കാറിൽ കയറിയപ്പോഴേ ചെരുപ്പിടാണ്ടാണ് കയറിയത്. അപ്പോൾ ലുലുവിൽ പോകുമ്പോൾ നിലുവിന് ചെരുപ്പ് വേണ്ടതെന്ന് ആലോചിച്ചിട്ട് ഞാനും ചേച്ചി ഒരു ചെരുപ്പൊക്കെ അവിടെ നിന്ന് തൊട്ടടുത്തൊരു കടയിൽ നിന്ന് മേടിച്ചു. ഇവിടെ ഇല്ലയെന്നാണ് കേട്ടറിവല്ല. ഞാൻ മുൻപ് വന്നപ്പോഴും നിലുവിനുള്ള ചെരുപ്പ് കിട്ടിയില്ലായിരുന്നു. ഫുഡ് വെയറിൻ്റെ ഒരു ഷോപ്പ് ഞാൻ ഇങ്ങനെ ഇവിടെ കണ്ടിട്ടില്ല. അങ്ങനെ അതേ കൊതുക് ഉറുമ്പും കടിച്ച് നശിപ്പിച്ച് വെച്ചിരിക്കുന്ന നിലുവിൻ്റെ കാലിൽ ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഓരോന്ന് എന്തൊക്കെയൊക്കെയായിട്ട് ഓർഡർ ചെയ്തു. ചേച്ചി ഇതിൻ്റെ ഇടയിൽ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു ദിവസത്തേക്കല്ലേ അവരെന്തെങ്കിലും മേടിച്ചോട്ടെ എന്ന്. അത് ഇനി ഇവർ കേട്ടിട്ടാണോ കേൾക്കാതെയാണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഫുഡ് വന്നുകൊണ്ടേയിരുന്നു. പിന്നെ ഞങ്ങളും വിട്ടു കൊടുത്തില്ല, ചേച്ചിയുടെ ചിലവല്ലേ. ഞാനൊരു നെയ് റോസ്റ്റാണ് പറഞ്ഞത്. എനിക്ക് ഫുഡ് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് ആവശ്യത്തിലധികം ഞാൻ ഉച്ചയ്ക്ക് തന്നെ നല്ല രീതിക്ക് കഴിച്ചിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഫുള്ളായിരുന്നു. എന്നാലും ഒന്ന് ലൈറ്റായിട്ട് പിടിക്കാമെന്ന് കരുതിയിട്ട് ഞാനൊരു ഗീ റോസ്റ്റാണ് പറഞ്ഞത്. പിന്നെ മന്തി ഉണ്ടായിരുന്നു, പിന്നെ പിള്ളേർ പറഞ്ഞ കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. അങ്ങനെ ഇതെല്ലാം ആയിട്ട് ഡിന്നർ വളരെ കുശാലായിരുന്നു. ഇതിനിടയ്ക്ക് ഞാൻ 2 കോഫിയും പറഞ്ഞിരുന്നു. ചെറിയൊരു തലവേദന അവിടുന്ന് ഇവിടുന്നൊക്കെ തല പൊക്കുന്നത് പോലെ, ചൂടിൻ്റെ കേട്ടോ, സദാ ഇങ്ങനെ തല വീർത്തുകൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ എല്ലാം കഴിച്ച് തീർത്തു. മന്തി റൈസ് മാത്രം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അത് ഞങ്ങളൊരു കിറ്റ് മേടിച്ചിട്ട് അത് വീട്ടിലേക്ക് എടുത്തു. എന്നിട്ട് തിരിച്ചതേ വീട്ടിലേക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചേച്ചിയുടെ വീട്ടിലേക്ക് തന്നെയാണ് തിരിച്ചു പോകുന്നത്. അലൻ ഇവിടെ ഇല്ല. ഉച്ചയ്ക്ക് ലഞ്ച് കഴിഞ്ഞിട്ട് പോയി കിടന്നിട്ടൊക്കെ വരാമെന്നും പറഞ്ഞ് പോയ ആൾ അവിടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇരിക്കുകയാണ്. ക്യാരംസ് കളി ഇപ്പം അങ്ങനെ മുടക്കാൻ പറ്റുന്ന ഐറ്റമല്ല. അവിടെ കപ്പൊക്കെ കൊടുക്കാൻ പോകുന്നതെന്നാണ് കേട്ടത്. അപ്പോൾ അലനുള്ള ഡിന്നറാണ് ഞാൻ പാക്ക് ചെയ്തെടുക്കുന്നത്. ഞങ്ങളെല്ലാവരും കഴിച്ചല്ലോ. അപ്പോൾ പിന്നെ മമ്മി എനിക്ക് കൊണ്ടുപോകാനായിട്ടുള്ള കുറച്ച് സാധനങ്ങളും ഇവിടെ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് മീറ്റും കറിയും ഒക്കെ ഉണ്ട്. കുക്കുവിൻ്റെ ഒരു 5 വയസ്സൊക്കെ ആവുന്നവരെ ഞാൻ പുലിച്ചെറിയിൽ വരുമ്പോൾ എക്സ്ട്രാ ഡ്രസ്സൊന്നും എടുക്കത്തേ ഇല്ലായിരുന്നു കേട്ടോ. ഡെല്ലിയുടെ ഉടുപ്പൊക്കെ ഇടിച്ചാണ് നടത്തിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം അവൻ ആളിങ്ങനെ മെച്യൂർഡായി പോയല്ലോ. ഫുട്ബോൾ കളിക്കാരനുമാണല്ലോ പോരാത്തതിന്. അപ്പോൾ ഇവിടെ വന്നാൽ അവൻ ഡെല്ലിയുടെ ഡ്രസ്സൊന്നും എടുത്തില്ല. പിന്നെ നിലുവിൻ്റെ സൈസിൽ ഇപ്പോൾ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ട് അവനുള്ള ഡ്രസ്സും എടുക്കണം. എന്തായാലും ഒരു 2-3 ജോഡിയൊക്കെ ഞാൻ എപ്പോഴും എടുത്ത് വയ്ക്കും. നിലു പിന്നെ ചുമ്മാ നനയ്ക്കുമല്ലോ. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്കെത്തി. അപ്പോൾ ഇങ്ങനെയൊക്കെയായിരുന്നു ഞങ്ങളുടെ ഈസ്റ്റർ. നിങ്ങളും ഈസ്റ്ററൊക്കെ ആഘോഷിച്ചു എന്ന് വിചാരിക്കുന്നു. വ്ലോഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. പപ്പയുടെ സ്വന്തം 2 അപ്പൂസുകളും ഉറങ്ങിയിട്ടില്ല കേട്ടോ, കട്ട അഭിനയമാണ്. അമ്മ നല്ല ഉറക്കം പിടിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി താഴെ വലിയ ഒച്ചയും ബഹളമൊന്നും ഉണ്ടാക്കാതെ ആ ഒരു ടിഫിൻ ബോക്സ് മാത്രം എടുത്ത് ബാക്കിയെല്ലാം ഫ്രിഡ്ജിൽ കയറ്റി ഞങ്ങളങ്ങ് മേലെ പോവും. ചാനൽ പുതുതായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.